ഇത്തവണത്തെ ഉത്സവം കേമാണെന്നാ കേക്കുന്നെ. നീരാ ഇക്കുറി ആനയോട്ടുണ്ടത്രേ. കഴിഞ്ഞ കൊല്ലം ഗാനമേളയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെയൊന്നും അല്ല ഇപ്രാവശ്യം. നീ അറിഞ്ഞില്ലേടി? അച്ഛൻ എവിടെ? നിക്കൂ, എന്റെ കുട്ടികളെ ഒന്ന് കാണാൻ വേണ്ടിട്ട് മാത്ര അച്ഛൻ ഇവിടെ ഇരുന്നത്. നിങ്ങൾക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാ ഈ അച്ഛൻ ചെയ്തിട്ടുള്ളത്. മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. വാ നമുക്ക് പോവാം. നിക്ക്, ഞാൻ നിങ്ങളെ നന്നായിട്ടൊന്ന് കണ്ടോട്ടെ. മോളെ, ഉണ്ണിമായെ, എന്റെ കുട്ടികൾക്ക് നൽകാൻ ഈ അച്ഛന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഈ ഉണ്ണിക്കണ്ണന്റെ അവകാശികള് നിങ്ങളാ. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാ ഇത്രയും നാൾ അച്ഛനെ സൂക്ഷിച്ചു വെച്ചത്. രണ്ടാളും വന്നേ. ചേച്ചി ഇത് അറിഞ്ഞാലുണ്ടല്ലോ. യമുനെ വരാനാ പറഞ്ഞേ. ഓ, പുറത്ത് എന്തൊരു ചൂടാ. ഹായ്, എന്തൊരു ഐശ്വര്യ ഉണ്ണിക്കണ്ണന്. നന്നായി മോളെ. മറ്റന്നാ കൃഷ്ണജയന്തിയല്ലേ? നല്ലൊരു തുളസിമാല ഉണ്ടാക്കി കള്ളക്കണ്ണന്റെ കഴുത്തിലിടണം. എവിടുന്നാ കിട്ടിയേ? അത് ഇവളുടെ കൂട്ടുകാരി കൊടുത്തതാ. അതെ, ചേച്ചിയോട് പറയാൻ മറന്നതാ. എന്തായാലും അരക്ഷയായിട്ടൂടെ വെക്കുകയാണോ വേണ്ടേ? കൊണ്ടുവന്ന് പൂജാമുറി വെക്കേ. ചെല്ല്. തുണി വാങ്ങാൻ കടയിൽ നിൽക്കുമ്പോ ഒരുത്ത ചേട്ടനെ കണ്ടിട്ട് എന്നോട് ചോദിക്കുക, രാഘവൻ നായരെ പാപ്പച്ച മുതലാളി ഏറ്റെടുത്തോന്നു. ഒരെണ്ണം കൊടുത്തിട്ട് മറുപടി പറയാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, പക്ഷെ ഞാനൊരു മാന്യനായി പോയില്ലേ. എന്തൊക്കെ ആയാലും ചേട്ടൻ ടാക്കീസിൽ കയറി താമസിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ടാക്കീസ് ചേട്ടനും കൂടി അവകാശപ്പെട്ടതാണല്ലോ. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കരുത്. ഒരു തെറ്റൊക്കെ ജീവിതത്തിൽ ആർക്കാ പറ്റാത്തത്? അല്ല, ഞാൻ അറിയാൻ അന്നടാ വെച്ചേക്കാം. തുണി പോയിട്ട് വരാട്ടാ. തുണി കടയിൽ വെച്ച് കണ്ടപ്പോ അങ്ങനെ ഞാൻ ടയറിൽ ഏറില്ല തള്ളി ഇതുവാണേ. ഞാൻ അറിയാതെ ഒളിച്ചും പാത്തും ഒക്കെ എന്റെ കൊച്ചുങ്ങൾക്ക് ഓരോന്ന് കൊടുത്ത് വശത്താക്കാൻ നോക്കരുത്. എന്നെ അങ്ങനെ വിളിക്കരുത്. ജന്മം കൊടുത്തു എന്നുള്ള അവകാശവാദമായിട്ട് ആരുടെയെങ്കിലും പിൻബലത്തോടെ വരാനാണ് ഉദ്ദേശമെങ്കിൽ അറിയാലോ എന്നെ. ഒരു മുള്ളു പോലും കൊള്ളാതെ അവരെ വളർത്തിയത് ഞാനാ. ഇനി അവരെ കണ്ടുപോരുത്. എന്റെ കുട്ടികളാ അവര്, എന്റെ മാത്രം. അവള് കൗണ്ടറിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ കൊടുക്കാൻ പറ്റിയ സമയ. വേഗം ചെല്ലി. പുറത്തു വെച്ച് കാണുമ്പോ കൊടുത്താ പോരെ? പോരാ. ദാ, ജീവിതത്തില് പല കൈവിട്ട കളികളും കളിച്ചിട്ടുള്ളവരാ പിന്നീട് വിജയം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് വേഗം ചെന്നാ എഴുത്ത് കൊടുക്ക്. പോവാല്ലേ? പിന്നെന്ത്, വേഗം ചെല്ല്. ഈശ്വര, എത്രയും പെട്ടെന്ന് അവനും അവളും കൂടി ഒളിച്ചോടി പോയേക്കണേ. കൈ ലെറ്റർ ഇത് തരാൻ വന്നതാ. പ്ലീസ് ഇത് വാങ്ങിക്കേ. ഏയ് പേടിക്കണ്ട, എന്റെ മനസ്സ് ഇതിലുണ്ട്. ഇത് വാങ്ങിക്കേ. ഇതാണോ നിന്റെ മനസ്സിലിരിപ്പ്? സംസാരിക്കാൻ വയ്യാത്തിന്റെ കുട്ടിയെ നശിപ്പിക്കാൻ നോക്കുന്നു. ആണുങ്ങളില്ലാത്ത വീടായതുകൊണ്ട് എന്താ അനാവശ്യം കാണിക്കാന്ന് വിചാരിച്ചു? മിണ്ടിപ്പോരുത്, കൊന്നുകളയും ഞാൻ. പോടാ. നിങ്ങൾക്ക് എന്താ കാര്യം? പോ പിള്ളേരെ. ആളുകളെ കൊണ്ടോരോന്ന് പറയിപ്പിക്കാനായിട്ട് ഒന്നാമതേ മനസമാധാനം ഇല്ല. അതിന്റെ കൂടെ തോന്നിവാസവും. 4 പേര് കേട്ട എന്താ പറയാ? ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ ഒരുത്തരവളുടെ താമസ സ്ഥലത്തോട്ട് കയറി വരുവോ? മനുഷ്യൻ ആകെയുള്ള ഇത്തിരി അഭിമാനം മാത്രമാ. 3 ആൾക്കും തോന്നിയ പോലെ എന്തോ ആകാകി ഞാൻ എന്തിനാ ചേച്ചി എന്ന് പറഞ്ഞ് ചമഞ്ഞു വിടിയിരിക്കുന്നേ? ചേച്ചി എന്താടി?
എനിക്ക് ക്ലാസ്സിന് പോകാൻ സമയമായി. എന്റെ മുടിയൊന്ന് കെട്ടിത്തരുമോ? പോത്ത് പോലെ വളർന്നതൊക്കെ സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കി നടത്തിക്കോണം. പോടുന്നു ചേച്ചി പ്ലീസ്. പോടി. ചേച്ചി ഉണ്ണി ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാരൊക്കെ എടുത്ത് വിളമ്പി കഴിച്ചോണം. എല്ലാരെയും ഊട്ടിച്ചതൊക്കെ മതിയായി എനിക്ക്. എന്താ വിമലെ, താക്കോൽ എവിടെ? താക്കോല് നീ അല്ലേ പറഞ്ഞേ? അപ്പുറത്തെ ചെറുക്കൻ പാവാ, കുഴപ്പക്കാരല്ലാന്നൊക്കെ. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? പാതിരാത്രിക്ക് ആളില്ലാത്ത തക്കം നോക്കി വന്നിരിക്കുക അവക്ക് എഴുത്തു കൊടുക്കാനായിട്ട്. ആര്? നമ്മുടെ ഉണ്ണികൃഷ്ണനോ? എന്തോ നമ്മുടെ? അല്ല ഉണ്ണി. എന്റെ പൊന്നു വിമല, ഞാനൊന്നും അറിഞ്ഞില്ല. അറിയത്തില്ലല്ലോ. ചേച്ചിയുടെ പറച്ചിൽ കേട്ടാ തോന്നും ഇവിടെ എന്തോ സംഭവിച്ചു. ചേച്ചിക്ക് അവളോടായിരുന്നല്ലോ കൂടുതൽ സ്നേഹം. അതെ, സംസാരിക്കാൻ വയ്യാത്ത കൊച്ചല്ലേ, കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അതിന് മാത്രം കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ ചേച്ചി. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ ഉള്ള തോന്നിയാസത്തിനും കൂട്ടുവന്നേച്ചെന്ന് വർത്താനം പറയാവള്. ചേച്ചി ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? നിങ്ങളുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളണോ? മൂന്നാളും ആകാശത്തുനിന്ന് പൊട്ടി വീണൊന്നും അല്ല. അമ്മയില്ലാതെ നിങ്ങളെ ഇത്രയൊക്കെ വളർത്തിയതേ നല്ലോണം തന്നെ പെട്ടിട്ടാ. ഓരോന്നും വളർന്നു വന്നപ്പോ വലിയ വർത്താനങ്ങള്. കുറെ കാലമല്ലോ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. കേട്ട് കേട്ട് മടുത്തു. യമനെ, നീ ആരോട് സംസാരിക്കണെന്ന് അറിയോ? അറിയാം, നന്നായിട്ട് അറിയാം. ചേച്ചിയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയാതിരിക്കും? സ്വന്തമായിട്ടൊരു ജോലിക്ക് പോകാൻ പോലും ഈ ചേച്ചി സമ്മതിക്കില്ല. എന്നും ഈ ടാക്കീസിൽ തന്നെ കിടന്ന് എരിഞ്ഞു തീരണോ ഞങ്ങളുടെ ജീവിതം? ചേച്ചി മാത്രമല്ല അമ്മയുടെ മോള്, ഞങ്ങളും അമ്മയുടെ മക്കളാ. ഈ ടാക്കീസ് മറ്റുള്ള ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാ. നിർത്ത്, ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ചേച്ചിയെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ ചേച്ചി തന്നെയല്ലേ എല്ലാം പറയിപ്പിക്കുന്നേ. ഓ നല്ല ടൈമിങ്. നായിക വരുന്നുണ്ട്. ഇന്നത്തോടെ നാണം കെട്ടവളുടെ പത്തി താഴും ഉറപ്പാ. വെളുത്തതെല്ലാം മിൽമ പാലല്ല. ഓ എന്തൊരു ഗ്യാസാണോ ഇത്? എല്ലാരും ഒന്ന് മാറി നിന്നോട്ടെ. വിമലത്തമ്പരാട്ടി അതൊന്ന് കണ്ടോട്ടെ. പൂച്ച പാല് കുടിക്കുന്നതേ ആരും കണ്ടിട്ടില്ലെന്നാ വിചാരം. ഈശ്വര, സംഗതി അവള് നാറി. എന്തായാലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാട്ടുകാരുടെ വക തല്ലുറപ്പാണ്. ടാക്കീസും പൂട്ടിക്കോളും. മുതലാളി ഒട്ടിക്കട്ടെ മോളെ, നാട് നീളെ ഒട്ടിക്കട്ടെ. ഇല്ലാവചനം പറയുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. മോള് വിഷമിക്കണ്ട. എനിക്ക് വിഷമൊന്നുമില്ല ആശാനെ. പക്ഷെ എന്റെ കുട്ടികള്, അവരുടെ ഭാവി. ആശാനെ, ഓ ഭാഗ്യത്തിന് അടി കിട്ടിയില്ലെന്നേ ഉള്ളൂ. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? ആ യമുനയ്ക്ക് വേണ്ടി രാവിലെ ഒരു ചെക്കനെയും കൂട്ടി ഓട്ടോയിൽ എത്തിയപ്പോഴല്ലേ ജംഗ്ഷനിലെ പെണ്ണിന്റെ ചേച്ചിയുടെ വർണ്ണമനോഹരമായ പോസ്റ്ററുകൾ കാണുന്നത്. അതാണെങ്കിലോ അതോടെ വണ്ടി നിർത്താൻ പറഞ്ഞ ചെക്കൻ ഒരു മൂച്ച് ചീത്ത എന്നെ വിളിച്ചിട്ട് വണ്ടി തിരിച്ചു വിട്ടുപോയി. നല്ല കൂട്ടരായിരുന്നു. പോയില്ലേ? ഞങ്ങൾ എന്ത് തെറ്റിയതിട്ട് ആശാനെ എല്ലാരും കൂടി ഇങ്ങനെ? എന്റെ അമ്മയുടെ ആത്മാവാ ടാക്കീസ്. അല്ലെങ്കിൽ മുടിഞ്ഞ നാട് ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോയേനെ. എങ്ങോട്ട്? ആ വന്നല്ലോ നായകൻ. ചുമ്മാതല്ലേ ആളുകൾ അതും ഇതൊക്കെ പറയുന്നത്. വിമല എന്തിനാ വിഷമിക്കുന്നത്? ഏത് പ്രശ്നത്തെയും ചങ്കൂറ്റത്തോടെ നേരിടുന്ന വിമലയാണ് ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും. ആ മനസ്സൊന്നിടറിയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അനിയത്തിക്കുട്ടികളെ. അത് മറക്കരുത്. പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിയുന്ന വിമലയ്ക്ക് ഞാൻ നിമിത്തം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വൈകിയെങ്കിലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയപ്പോ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. അതെല്ലാം പോയില്ലേ? ഞാനിവിടുന്ന് പോവുകയാണ്. ഒരു ഒളിച്ചോട്ടമല്ല. അങ്ങനെയെങ്കിലും കുറച്ചാളുകളുടെ വായു മൂടി കെട്ടാവല്ലോ. പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.